ദേ നോക്കൂ ഞാൻ എന്താ കൊണ്ടുവന്നതെന്ന്. അന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയതുപോലെ ഇത് വെച്ചൊരു അടിപൊളി പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാം. ഓ, നല്ല പഴുത്ത പൈനാപ്പിൾ ആണല്ലോ. എന്നാ ശരി, ഞാനിത് വേഗം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കാം. ആദ്യം അരിഞ്ഞു വെച്ച പൈനാപ്പിൾ കഷ്ണങ്ങൾ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും അല്പം ഉപ്പും ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. അടുത്തതായി ഇതിലേക്ക് തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും ചേർത്ത് നല്ല മിനുസമായി അരച്ചെടുക്കാം. പൈനാപ്പിൾ വെന്ത് വരുമ്പം ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത ശേഷം നല്ല ഉടച്ചെടുത്ത പുളിയുള്ള തൈരും കൂടി ഇതിലേക്ക് ഒഴിക്കാം. അവസാനമായി വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും താളിച്ച് ഇതിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ മണമുള്ള പൈനാപ്പിൾ പുളിശ്ശേരി റെഡി. വാവ്, മാമ്പഴ പുളിശ്ശേരി പോലെ തന്നെ ഇതിനും കിടിലൻ രുചിയാണല്ലോ. ചോറിനൊപ്പം ഇത് അടിപൊളിയാണ്. അപ്പോൾ ഈ പൈനാപ്പിൾ പുളിശ്ശേരി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടോ എന്ന് ഞങ്ങളെ കമന്റായി അറിയിക്കാൻ മറക്കല്ലേ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കല്ലേ.